എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു പ്രത്യേകതരം വീഡിയോ ആണ്. അതായത് മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ജിറാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുക്കിളി എന്നാണ് സാധാരണ പറയുന്നത്. അതായത് ആ വെട്ടുക്കിളി കൂട്ടം വന്നു കഴിഞ്ഞാൽ കൃഷികളെല്ലാം നശിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് ഇല തിന്ന് തീർക്കുന്ന ഒരു വെട്ടിലാണ്. അപ്പോൾ അത് ഇവിടെ കഴിഞ്ഞ ദിവസം വലിയൊരു പൊടിക്കാറ്റുണ്ടായി. ആ പൊടിയിൽ മരുഭൂമിയിൽ നിന്ന് വന്നിറങ്ങിയിട്ടുള്ള ജിറാദുകളുടെ കൂട്ടമാണ്. ജിറാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടുകിളി, അതായത് വെട്ടിലെന്ന് പറയാം. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കാണും, രാത്രിയിലൊക്കെ ഇരുന്ന് തുള്ളി നടക്കുന്ന വിട്ടിൽ. അപ്പം അതുപോലെയുള്ള വിട്ടിലുകളുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് കാണുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവികൾ മരുഭൂമിയിൽ വലിയ പൊടിക്കാറ്റുണ്ടാവും. അപ്പോൾ ആ പൊടിക്കാറ്റ് മരുഭൂമിയിലുണ്ടായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് ആ കൂടെയാണ് ഇത്തരം ജീവികൾ സാധാരണയായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ വന്ന ജീവികളാണിത്. ഇവ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പച്ചപ്പായിട്ടുള്ള എന്ത് സാധനങ്ങളും അത് വെട്ടി നശിപ്പിക്കും. അത് പെട്ടെന്ന് ഭയങ്കര സ്പീഡാണ് അതിങ്ങനെ തിന്ന് തീർക്കും, പച്ച ഇലകളൊക്കെ. അപ്പോൾ അതിന് വെട്ടുക്കിളി എന്ന് ഉള്ളൊരു പേരും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ചില വെട്ടിൽ എന്നൊക്കെ പറയുന്ന ചെറിയ ജീവികളുണ്ട്. ഈ രാത്രിയൊക്കെ ലൈറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ലൈറ്റത്തൊക്കെ കയറി വരുന്ന ഒരു ജീവിയുണ്ട്. അങ്ങനെയൊക്കെ നമ്മളവിടെ കാണാവുന്നതാണ്. പിന്നെ ഈ പച്ച കളറിൽ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ്. ഇതുപോലെ തന്നെ ഈ ഗ്രേ കളറിലുള്ള ഇതും കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലുള്ളത് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഇതിങ്ങനെ നമ്മുടെ തുമ്പിയൊക്കെ ഉണ്ട്. തുമ്പി അതിൻ്റെ ആ സൈസിലൊക്കെ പറക്കുകയൊക്കെ ചെയ്യും. ചിറകൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ട്, അതുപോലെ തന്നെ ഏകദേശം ആകൃതി ഇരിക്കുമെങ്കിൽ കുറച്ചുകൂടെ ഡിഫറെൻ്റായിട്ടുള്ള ഒരു ജീവിയാണിത്. അപ്പം അത് ഇപ്പം ഇവിടെ കാറ്റടിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണുക, മറ്റുള്ളവർക്ക് വേണ്ടി കാണാൻ വേണ്ടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ.